ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദേവകേന്ദ്രന്മാരാണ് കുചേല വേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കുചേലകത്ത് കഴിയുന്നത് വരെ അനസരായി അനസാരെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാതെ അവിടെ മുമ്പിൽ ഇരുന്ന് ആ കുചേലകത്തിൽ എല്ലാവരും പങ്കാളികളാവുക എന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് കുചേലകത്തിൽ പറയാനുണ്ട്. നമോ ഭഗവതേ വാസുദേവ കൃഷ്ണ കൃഷ്ണ ഹരേ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുര പുരിസദന മൃദുവദന മധുസൂദനായ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുര പുരിസദന മൃദുവദന മധുസൂദനായ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുര പുരിസദന മൃദുവദന മധുസൂദനായ സ്വാഗതം കൃഷ്ണ കൃഷ്ണ ചൊല്ലടോ ശാരികേ സൽകഥാശേഷം അല്ലൽതീർന്ന് അൻപോട് മുക്തിയും സാധിക്കും എന്നതുകൊണ്ട് വൈകാതെ നേൽപ്പിക്കുന്നു എന്നതു കേട്ടു പറഞ്ഞിതു പൈകിളി നല്ലൊരു സൽക്കഥ ചൊല്ലാം അതെങ്കിലും അല്ലീമകൾ മണവാളന്റെ സൽവീര ചൊല്ലുകയും അതു ചിന്തിക്ക കേൾപ്പിക്ക എല്ലാത്തിനും മുമ്പ് മുക്തി സാധിക്കുവാൻ ഇല്ല നമുക്കിനി സംസാരം എങ്കിലും മല്ലവിലോചനൻ തങ്കലഭക്തി കൊണ്ടല്ലയോ സംസാരമില്ല എന്നു ചൊൽവതും അല്ലാതെയല്ല അതുകൊണ്ടു ചൊല്ലുന്നു ഞാൻ കല്യാണശീലൻ മുകുന്ദന്റെ സൽക്കഥ ചൊല്ലുക കേൾക്ക ഭക്തിക്കു മൂലം ദൃഢം മുല്ലവാരികഥ നേടം ഉല്ലാസമോടു ചൊല്ലിയിടുന്നതുണ്ടെന്ന് അതിലെല്ലാവർക്കും ഉള്ളിലേതും രസം നമുക്കുണ്ടതു മതി ചിന്തന സംഗീത വല്ലപ്രകാരം ശീലിക്കയം അത് വല്ലത നാരായണനല്ലോ സർവവും എന്ന് ചൊല്ലുന്നു വേദങ്ങളും മുനിവൃന്ദവും ആകെയാ ഇതൊരു സംശയം
ഭക്തിയിവ ചോദിച്ചു. മാധവന്റെ കേട്ടാൽ മതിവരാ ബോധം വരുത്തു. ഹരികഥ സാധുക്കൾ ഭക്തിയാചരക്കി കേൾക്കുകയും ചെയ്യോ. ഭക്തർക്ക് മറ്റും കൃപ കൊണ്ടിരിയും ഹരിസത്കഥ ഒക്കെയും ഒരു ചെയ്തു ചിത്തത്തിൽ നാരായണനെ സ്മരിച്ചത് ചൊല്ലി മാധവതുല്യനായ ഭൂസുരനായ കുചേലനും നിത്യം യമനിയമായി സമസ്തവും ഭക്തിയാ പ്രവർത്തിച്ചു. കൃത്യവും നിത്യകർമ്മങ്ങളും ഭക്തിയാ പരങ്ങൾ സമർപ്പിച്ചു പോലും